Hi dear friends, welcome to a new video class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ് ആണ്. സോ ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് ഇന്റലിജൻസ്? നമ്മൾ ഇന്റലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഇന്റലിജൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി എബിലിറ്റി ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ്, ടു റെക്കഗ്നൈസ് പ്രോബ്ലംസ് ആൻഡ് സോൾവ് ദം എഫക്റ്റീവ്ലി. ഇപ്പോൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ ഒരു എബിലിറ്റി ആണ് അല്ലേ? വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് ആൻ എബിലിറ്റി. നമ്മളുടെ ഒരു കഴിവാണ് ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ്, അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുക. ടു റെക്കഗ്നൈസ് ദ പ്രോബ്ലംസ് എന്താണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് സോൾവ് ദം എഫക്റ്റീവ്ലി, അത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അത് പരിഹരിക്കുക, സോൾവ് ചെയ്യുക. അപ്പോൾ ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ്, റെക്കഗ്നൈസിങ് പ്രോബ്ലംസ് ആൻഡ് സോൾവ് ദം എഫക്റ്റീവ്ലി എന്നുള്ളതാണ് നമ്മളൊരു ഇൻ്റലിജൻസിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് മെഷർമെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ്? ഇനി ഇൻ്റലിജൻസിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ മെഷർമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? വി മെഷർ ഇൻ്റലിജൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. നമ്മൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ, ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടിയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബേസിക് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വേൾഡ് അറൗണ്ട് us, understand its functioning and apply this knowledge to enhance the quality of our life. അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഒരു ബേസിക് എബിലിറ്റി വേണം അല്ലേ നമുക്ക് മനസ്സിലാക്കാനായിട്ട്, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു കഴിവ് നമുക്ക് വേണം, ഒരു എബിലിറ്റി വേണം നമുക്ക്. അതുകൂടാതെ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഫങ്ഷനിങ്, ഈ വേൾഡ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി, അതിനെക്കുറിച്ച് ലേൺ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുവാണ്? അപ്ലൈ ദിസ് നോളജ് ടു എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് അവർ ലൈഫ്. നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നോളജുകൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ ഇൻ്റലിജൻസിൻ്റെ ഇത് ഉദ്ദേശിക്കുന്നത്, ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ദാറ്റ് ആർ ഡിസൈൻ ടു മെഷർ എ വെറൈറ്റി ഓഫ് മെൻ്റൽ ഫങ്ഷൻസ് സച്ച് ആസ് റീസണിങ്, കോംപ്രഹെൻഷൻ ആൻഡ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റുകളാണ്. അപ്പോൾ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെഷർ എ വെറൈറ്റി ഓഫ് മെൻ്റൽ ഫങ്ഷൻസ്, ഒരുപാട് മെൻ്റൽ ഫങ്ഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെൻ്റൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് റീസണിങ് ഉണ്ടാകും, കോംപ്രഹെൻഷൻ, ജഡ്ജ്മെൻറ്റ്, ഇതുപോലുള്ള വെറൈറ്റി ഓഫ് മെൻ്റൽ ഫങ്ഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന സൈക്കോളജിക്കൽ ടെസ്റ്റുകളാണ് നമ്മൾ ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. then what is purpose of measuring intelligence? ഇൻ്റലിജൻസ് മെഷർ ചെയ്യുക എന്നുള്ളതിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. The goal is to obtain an idea of person's intellectual potential. ഒരാളുടെ ബുദ്ധിപരമായിട്ടുള്ള സാധ്യതകളെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് ആ ഒരു ഐഡിയ നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റലിജൻസ് മെഷർ ചെയ്യുക എന്ന് പറയുന്നത്. സോ ഗോൾ ഈസ് ടു ഒബ്റ്റെയിൻ ആൻ ഐഡിയ ഓഫ് ദ പേഴ്സൺസ് ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് പറയാം. There are 3 scientific standards for psychological test in order to measure intelligence. അപ്പോൾ ഇൻ്റലിജൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 സയൻറ്റിഫിക് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് സൈക്കോളജിക്കൽ ടെസ്റ്റിൻ്റെ. സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട്, റിലയബിലിറ്റി, വാലിഡിറ്റി. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ടു എസ്റ്റാബ്ലിഷ് നോംസ് ആൻഡ് യൂണിഫോം പ്രൊസീജിയേഴ്സ് ഫോർ ഗിവിംഗ് ആൻഡ് സ്കോറിംഗ് ടെസ്റ്റ്. ടെസ്റ്റ് കൊടുക്കാനും ടെസ്റ്റ് സ്കോർ ചെയ്യാനായിട്ടും ഒരു യൂണിഫോം പ്രൊസീജിയേഴ്സ് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് നോംസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. ഇനി റിലയബിലിറ്റി എന്താണ്? മെഷർ സ്റ്റെബിലിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ടെസ്റ്റ് സ്കോർസ് ഓവർ ദ ടൈം. ഒരു ടൈമിൽ ആ ടെസ്റ്റ് സ്കോറിൻ്റെ കൺസിസ്റ്റൻസി എത്രമാത്രമാണ്, സ്റ്റെബിലിറ്റി എത്രമാത്രമാണെന്നുള്ളത് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലയബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ വാലിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ചെക്ക് ദ എബിലിറ്റി ഓഫ് എ ടെസ്റ്റ് ടു സീ ഹൗ ഇറ്റ് മെഷേഴ്സ്. എങ്ങനെയാണ് മെഷർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു ടെസ്റ്റിൻ്റെ എബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാലിഡിറ്റി. സോ അങ്ങനെ 3 സയൻറ്റിഫിക് സ്റ്റാൻഡേർഡ്സ് ആണ് ഈ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. എന്തിനു വേണ്ടി? ഇൻ്റലിജൻസ് മെഷർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ്റലിജൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഇൻ്റലിജൻസ് ടെസ്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മെയിൻലി. അപ്പോൾ വി മെഷർ ഇൻ്റലിജൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സൈക്കോളജിക്കൽ ടെസ്റ്റുകളാണ്. ഇത് മെഷർ ചെയ്യാൻ, നമ്മുടെ മെൻ്റൽ ഫങ്ഷൻസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇൻ്റലിജൻസ് ടെസ്റ്റ്. മോഡേൺ ഇൻ്റലിജൻസ് ടെസ്റ്റ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2 types: individual test and group test. Individual test means one individual is tested at a time. Group test, group of individuals tested at a time.
ഇപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ, മോഡേൺ ഇൻ്റലിജൻസ് ടെസ്റ്റ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്നും ഗ്രൂപ്പ് ടെസ്റ്റ് എന്നും. ഇപ്പോൾ ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്താണ്? ഒരു ടൈമിൽ ഒരു ഇൻഡിവിജ്വലിനെ മാത്രം ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ്. ഇനി ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈമിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഒരുപാട് പേര് വരും. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടെണ്ണമാക്കി നമുക്ക് തിരിക്കാം. വെർബൽ ടെസ്റ്റും ഉണ്ട്, നോൺ വെർബൽ ടെസ്റ്റും ഉണ്ട്. വെർബലും നോൺ വെർബലും. അപ്പോൾ അതിൽ നോൺ വെർബലിനെ നമ്മൾ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയും. പെർഫോമൻസ് ടെസ്റ്റ് ആണ് ഒരു ടിപ്പിക്കൽ ഫോം ഓഫ് നോൺ വെർബൽ ടെസ്റ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് വെർബൽ ടെസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. വെർബൽ ഓർ ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയും. ദീസ് ടെസ്റ്റ് മേക്ക് യൂസ് ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജിനെ മേക്ക് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ് വെർബൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഹിയർ ദ ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ ഇൻ വേർഡ്സ്. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ്? വേർഡ്സിലാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ ഓറൽ ഫോമിൽ, അല്ലെങ്കിൽ രണ്ട് രീതിയിലും കൊടുക്കും, റിട്ടേണും ഓറലും എന്നുള്ള രീതിയിൽ കൊടുക്കും. ഇൻഡിവിജ്വൽസ് ആർ റിക്വയർഡ് ടു യൂസ് ലാംഗ്വേജ് ആസ് വെൽ ആസ് പേപ്പർ ഓർ പെൻസിൽ ഫോർ ഗിവിംഗ് ദ റെസ്പോൺസസ്. ഇപ്പോൾ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യണം? അവരുടെ ലാംഗ്വേജ് യൂസ് ചെയ്യണം. ലാംഗ്വേജിനോടൊപ്പം പേപ്പറോ പെൻസിലോ അവരുടെ റെസ്പോൺസസ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. ദ ടെസ്റ്റ് കണ്ടന്റ് ഈസ് ലോഡഡ് വിത്ത് വെർബൽ മെറ്റീരിയൽ. അപ്പോൾ വെർബൽ മെറ്റീരിയലുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും ടെസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെർബൽ അല്ലെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് മേക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് വേർഡ്സ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ചിലപ്പോൾ റിട്ടേൺ ഫോമിലോ അല്ലെങ്കിൽ ഓറൽ ഫോമിലോ അല്ലെങ്കിൽ ബോത്ത് ആയിട്ടോ രണ്ട് രീതിയിലും കൊടുക്കും. അപ്പോൾ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യണം? ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ഈ ഒരു ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യണം? അവർ ലാംഗ്വേജ് യൂസ് ചെയ്യണം. അതോടൊപ്പം പേപ്പറോ പെൻസിലോ അവരുടെ റെസ്പോൺസസ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ടെസ്റ്റ് കണ്ടന്റ് വെർബൽ മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും. ഇനി നോൺ വെർബൽ അല്ലെങ്കിൽ നോൺ ലാംഗ്വേജ് ടെസ്റ്റ്, നമ്മൾ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ദീസ് ടെസ്റ്റ് ഇൻവോൾവ്സ് സച്ച് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് ദ യൂസ് ഓഫ് ലാംഗ്വേജ് ഈസ് നോട്ട് നെസസറി. ഈ ടെസ്റ്റുകൾക്ക് ലാംഗ്വേജ് വേണ്ട, ലാംഗ്വേജിൻ്റെ യൂസ് അത്ര നെസസറി അല്ല. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ് നോൺ വെർബലിൽ വരുന്നത്. ദ യൂസ് ഓഫ് ലാംഗ്വേജ് ഈസ് എലിമിനേറ്റഡ് ഫ്രം ദ ടെസ്റ്റ് കണ്ടന്റ്. അപ്പോൾ ലാംഗ്വേജിൻ്റെ ഉപയോഗം ഈ ഒരു ടെസ്റ്റ് കണ്ടന്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ആൻഡ് റെസ്പോൺസ് എക്സ്പെക്ട് ഇൻ ഗിവിംഗ് ഡയറക്ഷൻസ്. റെസ്പോൺസ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഗിവിംഗ് ഡയറക്ഷൻസ് കൊടുക്കുന്നതിലാണ്. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ ടെസ്റ്റുകൾ എന്താണെന്ന് നോക്കാം. 2 ഇൻഡിവിജ്വൽ ടെസ്റ്റ് സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ്. സ്റ്റാൻഫോർഡ് ബിനെറ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റ്, വെക്സ്ലർ ബെൽവ്യൂ ഇൻ്റലിജൻസ് സ്കെയിൽ. ഇപ്പോൾ ഇൻഡിവിജ്വൽ ടെസ്റ്റിൽ ഇൻ്റലിജൻസ് മെഷർ ചെയ്യാനായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട 2 മോഡ് ഓഫ് ടെസ്റ്റാണുള്ളത്. സ്റ്റാൻഫോർഡ് ബിനെറ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റും വെക്സ്ലർ ബെൽവ്യൂ ഇൻ്റലിജൻസ് സ്കെയിൽസും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഫോർഡ് ബിനെറ്റിൻ്റെ ഇൻ്റലിജൻസ് ടെസ്റ്റ് നോക്കാം. സ്റ്റാൻഫോർഡ് ബിനെറ്റിൻ്റെ ഈ ഒരു ടെസ്റ്റ്, ഇൻഡിവിജ്വൽ വെർബൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് ആണ്, ആൽഫ്രഡ് ബിനെറ്റ്. ഹി വാസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. ഫാദർ ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ആൽഫ്രഡ് ബിനെറ്റ് എന്ന ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് ആണ് ഈ സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എലോങ് വിത്ത്, ഒറ്റയ്ക്കല്ല, അദ്ദേഹം തിയോഡർ സൈമൺ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കൂടെയാണ് 1905 ഈ ഒരു ടെസ്റ്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അത് പിന്നീട് ടേമനും മെറിലും ചേർന്നിട്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 1916 റിവൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. So Stanford Binet test 1916 is a new version of Binet-Simon test. In the year 1905, 2 French psychologists, Binet and Simon, discovered the intelligence test. ഇപ്പോൾ സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് 1916 അത് ബിനെറ്റ് സൈമൺ ടെസ്റ്റിൻ്റെ ഒരു ന്യൂ വേർഷനാണ്. ഇപ്പോൾ ഇൻ ദ ഇയർ 1905 2 ഫ്രഞ്ച് സൈക്കോളജിസ്റ്റുകളായ ബിനെറ്റും സൈമണും ചേർന്നിട്ട് ഈ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഡിസ്കവർ ചെയ്യുന്നത്. അതായത് ഈ ഒരു ഇൻഡിവിജ്വൽ വെർബൽ ടെസ്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് ഇൻ 1916 ഇറ്റ് വാസ് മോഡിഫൈഡ് ബൈ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ലൂയിസ് ടെർമൻ വിത്ത് ബിനെറ്റ് അറ്റ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഫോർ കറന്റ് യൂസ് ഓഫ് ഇൻ്റലിജൻറ്റ് അസസ്മെൻറ്റ്. അപ്പോൾ 1916 ഈ ഒരു തിയറി മോഡിഫൈ ചെയ്തതിന് ശേഷം, ഈ ഒരു ടെസ്റ്റ് മോഡിഫൈ ചെയ്തതിന് ശേഷമാണ് ഇത് പിന്നീട് സ്റ്റാൻഫോർഡ് ബിനെറ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്.
മെയിൻലി ഇവർ കൺസിഡർ ചെയ്തിരുന്ന ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തിരുന്ന ഏജ് ഗ്രൂപ്പ് 2 to 23 ഇയേഴ്സ് ഓഫ് ഏജിലുള്ളവരായിരുന്നു. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 30 to 90 മിനിറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഇൻ ദിസ് വേർഷൻ ടേമൻ അഡോപ്റ്റ് ചെയ്തത് ദ സിസ്റ്റം ഓഫ് കാൽക്കുലേറ്റിംഗ് IQ യൂസിങ് ദ ഫോർമുല. IQ ടെസ്റ്റ്, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിരുന്നു, ഒരു ഫോർമുലയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ IQ ഈസ് ഈക്വൽ ടു മെൻ്റൽ ഏജ് ഓർ ക്രൊണോളജിക്കൽ ഏജ് ഇൻറ്റു 100 എന്നുള്ളൊരു ഫോർമുലയായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. ഇഫ് എ ചൈൽഡ് കുഡ് പാസ് ദ ടെസ്റ്റ് എക്സ്പെക്റ്റഡ് ഓഫ് എ 6-year-old, then the child is expected to have a mental age of 6. His chronological age is 6. ഇപ്പോൾ ഒരു ചൈൽഡ് ടെസ്റ്റ് പാസ്സാവാനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 6 years old ആണെന്നുണ്ടെങ്കിൽ ആ ചൈൽഡിൻ്റെ മെൻ്റൽ ഏജ് എന്താണ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്? 6 years ആയിരിക്കും. അതോടൊപ്പം ക്രൊണോളജിക്കൽ ഏജും 6 ആയിരിക്കും എന്നുള്ളത്. ഈ ഒരു ടെസ്റ്റിനെ, ദിസ് ടെസ്റ്റ് ബിക്കം ദ സ്റ്റാൻഡേർഡ് IQ ടെസ്റ്റ് ഓൾ ഓവർ ദ വേൾഡ്. ഓൾ ഓവർ ദ വേൾഡിലും സ്റ്റാൻഡേർഡ് IQ ടെസ്റ്റ് ആയിട്ട് ഇത് പിന്നീട് മാറി. ദ സ്റ്റാൻഫോർഡ് ബിനറ്റ് മെഷേഴ്സ് 5 factors ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റി. കോഗ്നിറ്റീവ് എബിലിറ്റിയുടെ 5 factors മെഷർ ചെയ്യുന്നതാണ് ഈ ഒരു ടെസ്റ്റ്, സ്റ്റാൻഫോർഡ് ബിനറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് റീസണിങ്, നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, വിഷ്വൽ സ്പേഷ്യൽ പ്രോസസ്സിംഗ്, വർക്കിംഗ് മെമ്മറി. ഫ്ലൂയിഡ് റീസണിങ്, നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, വിഷ്വൽ സ്പേഷ്യൽ പ്രോസസ്സിംഗ്, വർക്കിംഗ് മെമ്മറി, ഇങ്ങനെ 5 factors ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റി മെഷർ ചെയ്യുന്നതാണ് സ്റ്റാൻഫോർഡ് ബിനറ്റ് ടെസ്റ്റ്. ഫോളോയിങ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഐറ്റംസ് വിച്ച് എ 10-year-old ഈസ് എക്സ്പെക്റ്റഡ് ടു പാസ്. ഒരു 10-year-old പാസ് ആവാനായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് വൊക്കാബുലറി. കറക്റ്റ്ലി ഡിഫൈനിങ് 11 words ഫ്രം എ graded list of 45. The test begins with orange, straw, puddle. So first one vocabulary ആണ്. Correctly defining 11 words ഒരു 45 എന്ന് പറഞ്ഞ് 45 ഒരു ഗ്രേഡഡ് ലിസ്റ്റിൽ നിന്ന് ഒരു 11 words കറക്റ്റ്ലി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ഇനി ബ്ലോക്ക് കൗണ്ടിങ് ഉണ്ട്. കൗണ്ടിങ് ദ നമ്പേഴ്സ് ഓഫ് ബ്ലോക്സ് ഇൻ എ 3-dimensional പിക്ചർ. ഒരു 3-dimensional പിക്ചർ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ചില ബ്ലോക്സ് ഒക്കെ ഒബ്സ്ക്യൂർ ആയിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് ആ ബ്ലോക്സിൻ്റെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ അബ്സ്ട്രാക്ട് വേർഡ്സ്, ഡിഫൈൻ 2 of the following: പിറ്റി, ക്യൂരിയോസിറ്റി, ഗ്രീഫ്, സർപ്രൈസ്, ഇങ്ങനെ കൊടുത്തിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെയുള്ള അബ്സ്ട്രാക്ട് വേർഡ്സ് ഡിഫൈൻ ചെയ്യാനായിട്ട് കൊടുക്കും. ഫൈൻഡിങ് റീസൺ ഫൈൻഡ് ചെയ്യുക. ഗിവ് 2 reasons why children should not be noisy in school. ഇപ്പോൾ സ്കൂളിൽ കുട്ടികൾ നോയ്സ് ഉണ്ടാക്കാതിരിക്കണം, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് 2 റീസൺ പറയുക. കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം. ഗിവ് 2 reasons why most people would rather have a motor car than bicycle. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് റീസൺസ് ഫൈൻഡ് ചെയ്യാൻ പറയാം. പിന്നെ വേർഡ് നെയിമിംഗ് മെനി വേർഡ്സ് ആസ് പോസിബിൾ ഇൻ 1 minute. ഒരു മിനിറ്റ് കൊടുത്തിട്ട് മെനി വേർഡ്സ് നെയിം ചെയ്യാനായിട്ട് പറയാം. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. വൊക്കാബുലറി ടെസ്റ്റ് കൊടുക്കും, ബ്ലോക്ക് കൗണ്ടിങ് കൊടുക്കും, അബ്സ്ട്രാക്ട് വേർഡ്സ് ഡിഫൈൻ ചെയ്യാനായിട്ട്, റീസൺ ഫൈൻഡ് ചെയ്യാൻ, വേർഡ് നെയിമിങ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി പാസ്സാവാൻ വേണ്ടിയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ കൊടുക്കുന്നതാണ് റിപ്പീറ്റിംഗ് ഡിജിറ്റ്സ്. റിപ്പീറ്റിംഗ് ഇൻ ഓർഡർ അറ്റ്ലീസ്റ്റ് 1 of the following sequence. കുറച്ച് സീക്വൻസുകൾ കൊടുത്തിട്ട് റിപ്പീറ്റ് ഇൻ ഓർഡർ, കറക്റ്റ് ഓർഡറിൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഡീറ്റെയിൽഡ് സ്കോറിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഗിവൺ ചെയ്തിട്ടുണ്ടാകും അവർക്ക് ആ ഒരു ടൈമിൽ. അപ്പോൾ അതിൽ എ ലിസ്റ്റ് ഓഫ് ആക്സെപ്റ്റബിൾ ആൻഡ് അൺആക്സെപ്റ്റബിൾ ആൻസേഴ്സ് ആർ ഓൾസോ ഗിവൺ. അപ്പോൾ മെജോറിറ്റി ഓഫ് ഐറ്റംസ് ഓഫ് ദിസ് ടെസ്റ്റും എന്തായിരിക്കും? വെർബൽ ആയിരിക്കും. ദേ മെഷർ ക്രിസ്റ്റലൈസ്ഡ് എബിലിറ്റി മോർ ദാൻ ഫ്ലൂയിഡ് എബിലിറ്റി. So, individual performance test എന്താണെന്ന് നോക്കാം. As said earlier, the complete non-verbal or non-language test of intelligence for testing an individual at a time come into this classification. In these tests, the contents and responses are in the form of performance and language is not used at all. In these tests, the items which require responses in terms of motor activities are included. ഇപ്പോൾ പെർഫോമൻസ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസ് ടെസ്റ്റുകളാണ്. അപ്പോൾ ഇവിടെ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നില്ല, വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല, നോൺ വെർബൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്, അതിന് ഏതൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. ബ്ലോക്ക് ബിൽഡിംഗ് ഓർ ക്യൂബ് കൺസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കും. വെൻ ദ സബ്ജക്റ്റ് ഈസ് ആസ്ക്ഡ് ടു മേക്ക് എ സ്ട്രക്ചർ ഓർ ഡിസൈൻ ബൈ മീൻസ് ഓഫ് ബ്ലോക്സ് ഓർ ക്യൂബ്സ് സപ്ലൈ ടു ദം. ഇപ്പോൾ വെർബൽ ആയിട്ടുള്ള ആൻസറിങ് ഒന്നും വേണ്ട, അതിന് പകരമായിട്ട് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ബ്ലോക്സ് കൊണ്ടുണ്ടാക്കുക, ക്യൂബ്സ് കൊണ്ടുണ്ടാക്കുക എന്നൊക്കെയുള്ളത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊടുക്കും.
അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് മെറിൽ പാമേഴ്സ് ബ്ലോക്ക് ബിൽഡിംഗ്, കോസ് ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ്, ദെൻ അലക്സാണ്ടേഴ്സ് പാസ് എലോങ് ടെസ്റ്റ്. അപ്പോൾ ഇതൊക്കെയെല്ലാം ബ്ലോക്ക് ബിൽഡിംഗ് അല്ലെങ്കിൽ ക്യൂബ് കൺസ്ട്രക്ഷൻ്റെ നോൺ വെർബലിൽ വരുന്ന നോൺ വെർബൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ടെസ്റ്റിൽ വരുന്നതാണ് ഇതൊക്കെ. ടു ഫിറ്റ് ദ ബ്ലോക്സ് ഇൻ ദ ഹോൾസിൽ ബ്ലോക്സ് ഫിറ്റ് ചെയ്ത് വയ്ക്കുക. Test materials of such types provided numerous blocks and board in which there are holes corresponding of each blocks. ടെസ്റ്റ് മെറ്റീരിയൽസ് കൊടുക്കും, ഒരു ബോർഡ് കൊടുത്തിട്ട് അവിടെ ഒരുപാട് ബ്ലോക്സ് ഒക്കെ ഇല്ല, ഹോൾസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഹോൾസിലേക്ക് എടുത്ത് വെക്കുക എന്നുള്ള മെറ്റീരിയൽസ് എടുത്ത് വെക്കുക എന്നുള്ളതായിരിക്കും. ദ സബ്ജക്ട് ഹാസ് ടു ഫിറ്റ് ദ ബ്ലോക്സ് ഇൻ കറസ്പോണ്ടിങ് ഹോൾസ്. കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഹോൾസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോൾസിൽ ആ ബ്ലോക്സ് ഒക്കെ ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ആ സബ്ജക്റ്റ് ചേർത്ത് വെക്കുക എന്നുള്ളത്. എക്സാമ്പിൾസ് ആണ് സെഗ്യൂൻസ് ഫോം ബോർഡ് ടെസ്റ്റ്, ഗോഡാഡ് ഫോം ബോർഡ് ടെസ്റ്റ് ഒക്കെ എക്സാമ്പിൾസ് ആയിട്ട് വരും. നെക്സ്റ്റ് വൺ ഈസ് ട്രേസിംഗ് എ മേസ്. Test material consists of a series of mazes of increasing difficulty, each printed on a separate sheet. The subject is required to trace with pencil the path from the entrance to the exits. ഇങ്ങനെ ഒരു സീരീസ് ഓഫ് മേസസ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിൽ ഒരു ടെസ്റ്റ് മെറ്റീരിയൽ കൊടുക്കും പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് എന്ത് ചെയ്യണം, പെൻസിൽ വെച്ചിട്ട് എൻട്രൻസ് തൊട്ട് എക്സിറ്റ് വരെയുള്ള കറക്റ്റ് ആയിട്ടുള്ള പാത്തിലൂടെ ബ്ലോക്ക് വരാതെ അങ്ങനെ നേരെ പോവുക. പോർച്ചിയേഴ്സ് മേസ് ടെസ്റ്റ് ഒക്കെ എക്സാമ്പിൾസ് ആയിട്ട് വരും. ദെൻ നെക്സ്റ്റ് വൺ മറ്റൊരു നോൺ വെർബൽ ടെസ്റ്റ് ആണ് പിക്ചർ അറേഞ്ച്മെൻറ്റ്. ഇൻ പിക്ചർ അറേഞ്ച്മെൻറ്റ് ടെസ്റ്റ് ദ ടാസ്ക് ഈസ് ടു അറേഞ്ച് ഇൻ സീരീസ് ദ ഗിവൺ പിക്ചേഴ്സ് വെയർ ആസ് ഇൻ പിക്ചർ കംപ്ലീഷൻ ടെസ്റ്റ് ദ സബ്ജക്റ്റ് ഈസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പിക്ചേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗിവൺ പീസസ് കട്ട് ഓഫ് ഈച്ച് പിക്ചർ. ഇപ്പോൾ ഒരു മെയിൻ പിക്ചർ കൊടുത്തിട്ടുണ്ടാവും, അതുകൂടാതെ കുറേ കട്ട് പീസസ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ കട്ട് പീസസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ആ ഒരു കറക്റ്റ് പിക്ചർ ആ ഒരു പീസസ് ഓഫ് കട്ട്സ് വെച്ചിട്ട് കറക്റ്റായിട്ടൊരു പിക്ചർ ബിൽഡപ്പ് ചെയ്തെടുക്കുക, അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പിക്ചർ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഹീലി വെക്ടോറിയൽ കംപ്ലീഷൻ ടെസ്റ്റ് എക്സാമ്പിളാണ്. As seen above, these tests try to lay stress on one or the other type of performance. Instead of using one or two tests, a group of performance tested, organized either into scale or battery, are used for comprehensive picture of an individual mental ability. The Pinter-Patterson scale, the other point scale, Alexander's battery of performance test ഒക്കെ എക്സാമ്പിൾസ് ആയിട്ട് വരും. ഇങ്ങനെയുള്ള ടെസ്റ്റുകളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പെർഫോമൻസ് ആണ് കൂടുതലായിട്ടും ടെസ്റ്റ് ചെയ്യുന്നത്. ഓർഗനൈസ് ചെയ്യുന്നത് either into a scale or battery, are used for comprehensive picture of an individual's mental ability. അടുത്ത ടെസ്റ്റ് ആണ് വെക്സ്ലർ സ്കെയിൽ. ദ ഫസ്റ്റ് പോപ്പുലർ ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഈസ് വെക്സ്ലർ-ബെല്ലവ്യൂ സ്കെയിൽ 1938, developed by Dr. David Wechsler, a clinical psychologist. The test measures one's ability to adapt and constructively solve problems in the environment. അപ്പോൾ വെക്സ്ലർ സ്കെയിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആണ്. വെക്സ്ലർ-ബെല്ലവ്യൂ സ്കെയിൽ എന്ന് പറയുന്നത് 1938 ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഡേവിഡ് വെക്സ്ലർ ആണ്. അദ്ദേഹം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഈ ടെസ്റ്റ് മെഷർ ചെയ്യുന്നത് ഒരാളുടെ എബിലിറ്റിയാണ്. എന്തിനുള്ള എബിലിറ്റിയാണ്? ടു അഡാപ്റ്റ് ആൻഡ് കൺസ്ട്രക്റ്റീവ്ലി സോൾവ് പ്രോബ്ലംസ്. അഡാപ്റ്റ് ചെയ്യാനും കൺസ്ട്രക്റ്റീവായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഒരു എൻവയോൺമെൻറ്റിൽ. അപ്പോൾ പ്രധാനമായിട്ടും 3 സ്കെയിൽസ് ആണുള്ളത്. WAIS വെക്സ്ലർ അഡൾട്ട് ഇൻ്റലിജൻസ് ടെസ്റ്റ്, WISC വെക്സ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ, WPPSI വെക്സ്ലർ പ്രീ സ്കൂൾ ആൻഡ് പ്രൈമറി സ്കെയിൽ ഓഫ് ഇൻ്റലിജൻസ്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് സ്കെയിൽസ് ആണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. വെക്സ്ലർ അഡൾട്ട് ഇൻ്റലിജൻസ് ടെസ്റ്റ്, വെക്സ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ, then വെക്സ്ലർ പ്രീ സ്കൂൾ ആൻഡ് പ്രൈമറി സ്കെയിൽ ഫോർ ഇൻ്റലിജൻസ്. WAIS, WISC, WPPSI ഇങ്ങനെ 3 സ്കെയിൽസ് ആണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ WAIS എന്നുള്ളത് വെക്സ്ലേഴ്സ് അഡൾട്ട് ഇൻ്റലിജൻസ് ടെസ്റ്റ്. ഇവിടെ intelligence, to measure intelligence and cognitive ability in adult and older adolescents. Mainly ഇൻ്റലിജൻസും കോഗ്നിറ്റീവ് എബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആരിലൊക്കെയാണ്? അഡൾട്ട്സിലും അതുപോലെ ഓൾഡർ അഡോളസൻസിലും. 16 to 74 ഇയേഴ്സ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി
വെക്സ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ WISC എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഫോർ ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് 6 to 16 years, 6 മുതൽ 16 വരെയുള്ള കുട്ടികൾക്ക്, ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഇൻ്റലിജൻസ് ടെസ്റ്റ്, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റലിജൻസ് ടെസ്റ്റാണിത്. ഇനി WPPSI ഇൻ്റലിജൻസ് ടെസ്റ്റ് ഫോർ ചിൽഡ്രൻ ബിറ്റ്വീൻ ഏജസ് ഓഫ് 4 to 6 years, 4 തൊട്ട് 6 years വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റലിജൻസ് ടെസ്റ്റാണ് വെക്സ്ലർ പ്രീ സ്കൂൾ ആൻഡ് പ്രൈമറി സ്കെയിൽ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയും. In 1939, വെക്സ്ലർ made a modification of Terman's formula. 1939 വെക്സ്ലർ ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവന്നു ടേമൻ്റെ ഫോർമുലയ്ക്ക്. എന്തിനുള്ള ഫോർമുല ആയിരുന്നു? IQ-നുള്ളതിന്. He shifted the emphasis from chronological age to the idea of an average score for that person's group. According to this modified system, IQ എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആക്ച്വൽ ടെസ്റ്റ് സ്കോർ ബൈ ആവറേജ് സ്കോർ ഫോർ നോം ഗ്രൂപ്പ് ഇൻറ്റു 100. This is known as deviation IQ because the score is a measure of how different someone is from other in group. അപ്പോൾ വെക്സ്ലർ മോഡിഫിക്കേഷൻ ചെയ്തു ടേമൻ്റെ ഫോമിലേക്ക് IQ-ന് വേണ്ടിയിട്ടുള്ളത്. ക്രൊണോളജിക്കൽ എയ്ഡിനെ അതിൽ നിന്ന് എന്ത് ചെയ്തു? ആവറേജ് സ്കോർ ഓഫ് ദ പേഴ്സൺസ് ഗ്രൂപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള മോഡിഫൈഡ് സിസ്റ്റം അനുസരിച്ചിട്ട് വന്നിരിക്കുന്ന ഡീവിയേഷൻ IQ ആണ്. അപ്പോൾ സ്കോർ മെഷർ, അതായത് എന്തിനാണ് ഡീവിയേഷൻ IQ കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കോർ മെഷർ ചെയ്യുന്നത് ഒരാൾ മറ്റൊരാളിൽ നിന്ന് എത്രമാത്രം ഡിഫറൻ്റ് ആണ്, ഒരു ഗ്രൂപ്പിൽ ഒരാൾ മറ്റൊരാളിൽ നിന്ന് എത്രമാത്രം ഡിഫറൻ്റ് ആണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കോർ വെച്ചിരിക്കുന്നത് എന്നുള്ളൊരർത്ഥത്തിലാണ്. വെക്സ്ലർ ഇൻ്റലിജൻസ് ടെസ്റ്റ് കൺസിസ്റ്റ് ഓഫ് 11 സബ്സെറ്റ്സ്. 11 സബ്സെറ്റ്സ് ആണ് വെക്സ്ലർ ഇൻ്റലിജൻസ് ടെസ്റ്റിലുള്ളത്. 6 ഓഫ് ദം വെർബൽ ഇൻ്റലിജൻസ് ആണ്, 5 ഓഫ് ദം പെർഫോമൻസ് ഇൻ്റലിജൻസ് ആണ്. അതിൽ വെർബൽ സ്കെയിൽ വരുന്നതാണ് ഇൻഫോർമേഷൻസ് വരും, കോംപ്രഹെൻഷൻ, അരിത്തമെറ്റിക്, സിമിലാരിറ്റീസ്, ഡിജിറ്റ് സ്പാൻ, വൊക്കാബുലറി, വേർഡ് റീസണിങ്, one who is good with words and reads a lot to do well in this part of the test. അപ്പോൾ വെക്സ്ലർ ഇൻ്റലിജൻസിൽ 11 സബ്സെറ്റ്സ് ഉണ്ട്, 6 വെർബലും 5 പെർഫോമൻസും. വെർബലിൽ വരുന്നതാണ് ഇൻഫോർമേഷൻ, കോംപ്രഹെൻഷൻ, അരിത്തമെറ്റിക്, സിമിലാരിറ്റീസ്, ഡിജിറ്റ് സ്പാൻ, വൊക്കാബുലറി, വേർഡ് റീസണിങ്, one who is good with words and reads a lot to do well in this part of test. അടുത്തത് പെർഫോമൻസ് ടെസ്റ്റ് ആണ്. ഡിജിറ്റ് സിമ്പിൾ, പിക്ചർ കംപ്ലീഷൻ, ബ്ലോക്ക് ഡിസൈൻ, പിക്ചർ അറേഞ്ച്മെൻറ്റ്, ഒബ്ജക്റ്റ് അസംബ്ലി, മെട്രിക്സ് റീസണിങ്, മേസസ്. ഡിജിറ്റ് സിമ്പിൾ, പിക്ചർ കംപ്ലീഷൻ, ബ്ലോക്ക് ഡിസൈൻ, പിക്ചർ അറേഞ്ച്മെൻറ്റ്, ഒബ്ജക്റ്റ് അസംബ്ലി, മെട്രിക്സ് റീസണിങ്, മേസസ്. ഇതെല്ലാം പെർഫോമൻസ് സ്കെയിലിനെ ബേസ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസ് ആണ്. A person has to do as many as these in 1.5 minutes. 1.5 minutes എത്രമാത്രം ചെയ്യാൻ സാധിക്കും അത്രയും ചെയ്യേണ്ടി വരും ഒരാൾ. Some clinical psychologists have used these subsets to identify brain disorders. അപ്പോൾ ഈ സബ്സെറ്റുകൾ ഉപയോഗിച്ച് ചില ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ എന്ത് ചെയ്തിരുന്നു? ബ്രെയിൻ ഡിസോർഡേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്തിരുന്നു. It has been found that verbal test measure essentially crystallized ability and performance test the fluid ability. നമ്മൾ WISC എന്താ നോക്കിയായിരുന്നു? വെക്സ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ. എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സബ് സ്കെയിൽസ് ഓഫ് ദി WISC യൂസ്ഡ് ഫോർ ദ റേഞ്ച് ഓഫ് 5 to 15. 5 to 15 ഇയേഴ്സ് ഏജിലുള്ളവർക്ക് ഉപയോഗിച്ചിരുന്ന WISC ആ ഒരു സബ് സ്കെയിൽസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് നമ്മൾ വെർബൽ സ്കെയിൽ. അപ്പോൾ ഇൻഫോർമേഷൻസ്, ഫസ്റ്റ് വൺ ഇൻഫോർമേഷൻ, ആൻസറിങ് ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട് ഈസ് സ്റ്റീം മെയ്ഡ് ഓഫ് ഓർ വാട്ട് ഈസ് എ പെപ്പർ. ഇതുപോലെ ഇൻഫോർമേഷൻസ് ചോദിക്കുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. കോംപ്രഹെൻഷൻ, വാട്ട് വുഡ് യു ഡു ഇഫ് യു സീ സംവൺ ഫോർഗെറ്റ് ഹിസ് ബുക്ക് വെൻ ഹി ലീവ്സ് ഹിസ് സീറ്റ് ഇൻ എ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതൊരു കോംപ്രഹെൻഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ ഈസ് അരിത്തമെറ്റിക്, സോൾവിങ് ടിപ്പിക്കൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസ് ഇൻ എ ഗിവൺ ടൈം. ഒരു ഗിവൺ ടൈമിൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുക, അതാണ് അരിത്തമെറ്റിക്. സിമിലാരിറ്റീസ്, ഡിസ്ക്രൈബ് ഹൗ തിങ്സ് ആർ എലൈക്ക്. ലയൺ ആൻഡ് ടൈഗർ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഹൗ തിങ്സ് ആർ എലൈക്ക് എന്നുള്ള രീതിയിലുള്ള സിമിലാരിറ്റീസ് പറയാനായിട്ട്. ഡിജിറ്റ് സ്പാൻ, റിപ്പീറ്റിംഗ് ഓഫ് ദ നമ്പേഴ്സ്. ദെൻ വൊക്കാബുലറി, വേർഡ്സ് ഡിഫൈൻ ചെയ്യുക. ഇങ്ങനെയുള്ളതൊക്കെയാണ് 5 to 15 ഇയേഴ്സ് ഓഫ് ഏജിലുള്ള കുട്ടികൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് നടത്തുന്നത്. ഇത്
നമ്മൾ വേർബൽ സ്കെയിലിൻ്റെ ബേസിലാണ്. ഇനി പെർഫോമൻസ് സ്കെയിലിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ടാസ്കുകൾ എന്തൊക്കെയായിരിക്കും? പിക്ചർ കംപ്ലീഷൻ, ഐഡൻറ്റിഫൈയിങ് ദ മിസ്സിംഗ് പാർട്ട് ഇൻ ദ കോംപ്ലക്സ് പിക്ചേഴ്സ്. ദെൻ ബ്ലോക്ക് ഡിസൈൻ, പിക്ചേഴ്സ് ഓഫ് ദ ബ്ലോക്ക് സ്ട്രക്ചർ ടു ബി പ്രൊഡ്യൂസ് ബൈ അറേഞ്ചിങ് കളേർഡ് ബ്ലോക്സ് ഒക്കെ കളേർഡ് ബ്ലോക്സ് ഒക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് പിക്ചേഴ്സ് ഓഫ് ദ ബ്ലോക്ക് സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി പിക്ചർ അറേഞ്ച്മെൻറ്റ് കൊടുക്കും, പിക്ചർ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ അതൊരു സ്റ്റോറി പറയുന്ന രീതിയിലൊക്കെ ആകും. പിന്നെ ഒബ്ജക്റ്റ് അസംബ്ലി, മേക്കിംഗ് എ പിക്ചർ ഔട്ട് ഓഫ് ദ സ്ക്രാമ്പിൾഡ് ജിക്സോ ലൈക്ക് പീസസ് കൊടുത്തിട്ട് ആ ഒരു സ്ക്രാമ്പിൾഡ് ജിക്സോ ലൈക്ക് പീസസിൽ നിന്ന് ഒരു പിക്ചർ മേക്ക് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള പെർഫോമൻസ് ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്യും. ഈ WISC വെക്സ്ലർ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഫോർ ചിൽഡ്രൻ, അപ്പോൾ ഈ ഒരു ടെസ്റ്റും അതുപോലെ സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റും മോസ്റ്റ് പോപ്പുലർ ടെസ്റ്റുകളാണ്. ദേ ആർ റെഗുലർലി യൂസ്ഡ് ബൈ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് വിച്ച് ക്യാൻ ബി അഡ്മിനിസ്ട്രേഡ് ഓൺലി ബൈ ഹൈലി ട്രെയിൻഡ് പേഴ്സൺസ്. അപ്പോൾ ഇൻഡിവിജ്വൽ ടെസ്റ്റുകൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇതെല്ലാം കൂടുതൽ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകളായിരിക്കും.